വേറെ വിശേഷമൊന്നുമില്ലല്ലോ. അച്ഛനോട് രാത്രി ഒന്ന് വിളിക്കാൻ പറ. ഞാൻ നാളെയോ മറ്റന്നാളോ എത്തും. ശരി, വെക്കട്ടെ. ചേക്കുടി ചെറിയാനെ, നീ ഒളിച്ചിരുന്നാ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? അല്ല, ഇത് ആത്മഹത്യയല്ല, ആക്സിഡന്റും അല്ല. അവനെ കൊന്നാണ് അവർക്ക് ചേട്ടാ. ഡോണ്ട് ബി പാനിക്, ഞാൻ ഉടനെ വരാം. അവനെങ്ങനെ മനസ്സിലാക്കി ചെറിയ കുഞ്ഞ് ആ ഹോട്ടലിലായിരുന്നു? എങ്ങനെ മനസ്സിലാക്കിയാൽ എന്താ? നടക്കണ്ട നടന്നു കഴിഞ്ഞില്ലേ? ഞാൻ ഇനി ഇവിടെ ഇരിക്കില്ല. അവൻ എന്നെയും കൊല്ലും, അത് ഉറപ്പാ. താനൊന്ന് ഭയപ്പെടാതിരിക്കേ, ഞങ്ങളൊക്കെ ഇല്ലേ മാത്തുക്കുട്ടി? ഹലോ, വർക്കി ഹിയർ. നാളെ സൂര്യൻ അസ്തമിച്ച് കാണാൻ ജീവിച്ചിരിക്കില്ലെന്ന് ആ ചേക്കുടി മാത്യുവിനോട് പറഞ്ഞേക്ക്. ഹലോ 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 ഹലോ. ആരാ വിളിച്ച്? അർജുനല്ലേ? എന്താ പറഞ്ഞു? എന്നെ കൊല്ലുന്നല്ലേ? അവനല്ല വിളിച്ചത്. എനിക്കറിയാം, അവൻ തന്നെ. അവൻ എന്നെ കൊല്ലും. നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടെ മാത്തുക്കുട്ടി. ആരോട് ചോദിച്ചിട്ടാണ് അനന്തനെ കൊന്നത്? സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ലേ? എന്നിട്ട് ഇപ്പൊ ഭയന്ന് വിറച്ചിട്ട് എന്താ കാര്യം? അവനല്ല വിളിച്ചത്, റോങ് നമ്പർ ആയിരുന്നു. നീ വിഷമിക്കാതിരിക്കേ, നീ അകത്തേക്കല്ലേ, പോയി റെസ്റ്റ് എടുക്ക്. ചെല്ലു മാത്തുക്കുട്ടി, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ചെല്ല് ചെല്ല്, അകത്തേക്കല്ലേ. ആരാ വിളിച്ചത്? അവനാ അർജുൻ. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മുടെ മാത്തുക്കുട്ടി കൊല്ലുമെന്ന ഭീഷണി. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? ഞാൻ നേരത്തെ കമ്മീഷണറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറെ ഫോഴ്സിനെ ഇങ്ങോട്ട് അയക്കാൻ ഏർപ്പാടും ചെയ്തു. ഇവിടെ മാത്രം പോരാ, സെമിത്തേരിയിലും വേണം. അവിടെ വരാനാ സാധ്യത. ഞാൻ മിനിസ്റ്റർ എന്ന് വിളിക്കട്ടെ? എന്നാ വിളിക്കേ. ആംബുലൻസ് എത്തിയില്ല? ഇല്ല. ഇനിയും എത്താറായില്ലേ? എപ്പോഴാ പുറപ്പെട്ടത്? രാത്രി 12 മണിക്ക്. ഇപ്പൊ എത്തും. വരൂ.
മാത്യുവിന് എങ്ങനെയുണ്ട്? അവന് ഭയങ്കര പേടിയാ. അവനെയും കൊല്ലുമെന്നാ ഭയം. ഇത്രയും വലിയ പോലീസ് ബന്ധുവസൊക്കെ ഉള്ളപ്പോഴോ? ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സിമിത്തേരിയില് അവിടെ 2 ബറ്റാലിയൻ ആംഡ് ഫോഴ്സിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനി യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. പള്ളിയിൽ നിന്ന് അച്ഛനെത്തിയോ? ആള് പോയിട്ടുണ്ട്, ഇപ്പൊ വരും. ആ മിനിസ്റ്റർ അവിടെ എടുക്കൊടുക്കും. എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതേ ഞാൻ ചെയ്തുള്ളൂ. അതിനെന്ത് ശിക്ഷ കിട്ടിയാലും എനിക്ക് ദുഃഖമില്ല, കുറ്റബോധമില്ല. എന്നോട് ക്ഷമിക്കണം. എല്ലാം ഉപേക്ഷിച്ച് എന്നെ വിശ്വസിച്ച് ഇറങ്ങിപ്പോകുന്നവളാണ്. എന്നിട്ട് ആരോരുമില്ലാത്തവരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. തിരിച്ചു വരാൻ വിധിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം.